എൻ്റെ ലാക്ക് M2 വയർലെസ് ലെവലിയർ മൈക്രോഫോണാണ്. ഇതിപ്പോൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കേസിനകത്ത് നമ്മുടെ മൈക്സ് ഇരിപ്പുണ്ട്. അത് ഓൾറെഡി ഞാൻ പൊട്ടിച്ച് വെച്ചേക്കുന്നുണ്ട്. അതിൻ്റെ മേളിലുണ്ടായിരുന്നൊരു പ്ലാസ്റ്റിക് കോട്ടിങ് ഇളക്കി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൽ വരുന്നത് 2 മൈക്രോഫോൺ വരുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഇത് സെൽഫായിട്ട് എടുക്കുന്നുണ്ട്. 2 മൈക്രോഫോൺ വരുന്നുണ്ട്. ഒരു ട്രാൻസ്മിറ്റർ വരുന്നുണ്ട്. റിസീവർ വരുന്നുണ്ട്. ട്രാൻസ്മിറ്റർ എന്നായിരിക്കണം പറയുന്നത്. ഇതാണ് നമ്മുടെ മൈക്രോഫോൺ. മൈക്രോഫോണിൽ തന്നെ മാഗ്നറ്റും വരുന്നുണ്ട് കേട്ടോ. മാഗ്നറ്റ് നമ്മുടെ ഷട്ടിലോ കോളറിലോ ഒക്കെ വെക്കണമെങ്കിൽ മാഗ്നറ്റ് അറ്റാച്ച് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, സൈഡിലോട്ട് കേട്ടോ. ഇനി ഇതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഇത് പുള്ള് ചെയ്യുമ്പോഴത്തേക്ക് ഒരു കേസ് വരുന്നുണ്ട്. ആ കേസിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുന്നേക്ക് ഇതിൽ കാർഡുണ്ട്. ഒരു പാക്കേജ് ലിസ്റ്റ് ഉണ്ട്. ഇതിൽ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെയാണ് 2 മൈക്രോഫോൺസ് വരുന്നുണ്ട്. ഒരു RX USB-C ലൈറ്റിനിങ് ഇല്ല, USB-C വരുന്നത്. USB-Cയുടെ ട്രാൻസ്മിറ്റർ വരുന്നുണ്ട്. മൊബൈൽ കേസ്, ചാർജർ ഉണ്ട് കേട്ടോ. ബാക്ക് ക്ലിപ്പ് 2, പിന്നെ ലാർക്ക് M2 നെക്ലെസ് സിലിക്കോൺ കേസ്, പിന്നെ ക്ലിപ്പ് മാഗ്നറ്റ് 4 എണ്ണം വരുന്നുണ്ട്. പിന്നെ വിൻസ്ക്രീൻ വരുന്നുണ്ട്. വിൻസ്ക്രീൻ 2 എണ്ണം വരുന്നുണ്ട്. സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. അത് ഞാനെടുത്ത് കുഞ്ഞിന് കളിക്കാൻ കൊടുത്തുകൊണ്ട് ഇതിൽ കാണാൻ വഴിയില്ല. ഗൈഡ്, വാറണ്ടി കാർഡ്, പിന്നെ ബാഗ്. ഇത്രയാണ് ഇതിൽ വരുന്നത്. അത് ഇതിൻ്റെ വാറണ്ടി കാർഡാണോ? അല്ല, ഇതിൻ്റെ ഒരു യൂസർ മാനുവലാണെന്ന് തോന്നുന്നു. കംപ്ലീറ്റ് ഇൻഫർമേഷൻ അടങ്ങുന്ന യൂസർ മാനുവൽ അതിൻ്റെ. ഇത് പിന്നെ ഇത് യൂസർ ഗൈഡാണ് കേട്ടോ. ഇതിൻ്റെ യൂസർ ഗൈഡായി വരുന്നത്. ഇതിൽ സോൻസോ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ മാറ്റി വെക്കാം. ബാഗിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ബാഗ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഓൾറെഡി പാക്ഡ് ആയിരുന്നു. അത് ഞാൻ പിന്നെ വലിച്ചിളക്കിയുണ്ട് അതിൽ പാക്കേജ് കാണുന്നത്. ഇതെല്ലാം ഒരു പ്ലാസ്റ്റിക് പാക്കേജിൻ്റെ അകത്താണ് കേട്ടോ വരുന്നത്. സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. ഈ വിൻസ് പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടല്ലോ. 2 വിൻ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. പിന്നെ ഒരു ചാർജിങ്ങിൻ്റെ C to USB കേബിൾ വരുന്നുണ്ട്. പിന്നെ അതാണ്ട് ഇത് ക്ലിപ്പാണ് കേട്ടോ. നമുക്ക് ഇൻ കേസ് എവിടെയെങ്കിലും മൗണ്ട് ചെയ്ത് വെക്കണമെങ്കിൽ ഇതിൽ മാഗ്നറ്റഡ് അറ്റാച്ച്ഡാണ് കേട്ടോ. ഇത് നമ്മുടെ കോളറിലോ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും സർഫസിലോ വെച്ചിട്ട് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ മൈക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇത് 2 എണ്ണം വരുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പേപ്പേഴ്സും ബോക്സും മാറ്റി വെക്കാം അങ്ങോട്ടേക്ക്. ഓക്കെ, ഫൈൻ. നമുക്ക് മൈക്ക് വരുന്നുണ്ട്. 2 വിൻ പ്രൊട്ടക്ഷൻ കേസ് വരുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് വെക്കാം കേട്ടോ. കാണാൻ പറ്റുമെന്ന് അറിയില്ല. 2 വിൻ സ്ക്രീൻ വരുന്നുണ്ട്. 2 ക്ലിപ്പ് ഓൺസ് വരുന്നുണ്ട്. ഒരു USB ചാർജിങ് കേബിൾ വരുന്നുണ്ട്. പിന്നെന്താ, നെക്ലേസ് വരുന്നത്. ഓൾറെഡി ഞാൻ ഒന്ന് ടെസ്റ്റ് അടിച്ചുകൊണ്ട് അതിങ്ങനെ അഴിഞ്ഞ് കിടക്കുന്നത്. നെക്ലേസ് നമുക്ക് കഴുത്തിലിട്ടിട്ട് മൈക്ക് യൂസ് ചെയ്യാം. ഇത്രയാണ് ഈ ബാഗിനുള്ളിൽ വരുന്നത്. ഈ പാക്കേജിനുള്ളിലും ഇത്ര ഐറ്റംസേ വരുന്നുള്ളൂ. ഇത്ര ഐറ്റംസാണ് നോർമലി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ആൻഡ്രോയിഡിന് വേണ്ടിയിട്ട് മാത്രം. ഇത് ഞാനിപ്പോൾ മേടിച്ചിരിക്കുന്ന മൊബൈൽ വെർഷനാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ ഹോളിലാൻഡ് 2 വെർഷൻസ് ഉണ്ട്. അതായത് ഇതിലൊരു വോളിയം കൺട്രോളോ അങ്ങനത്തെ ഒരു സംഭവം വരുന്നൊരു 12,000 രൂപ വരുന്നൊരു സാധനമുണ്ട്. അതിൽ ഈ ട്രാൻസ്മിറ്റർ 2 ടൈപ്പ് ലൈറ്റനിങ് കേബിളിൻ്റെ ട്രാൻസ്മിറ്റേഴ്സ് വരും. ഇത് C ടൈപ്പ്. ഇതിൽ ഇപ്പോൾ നമ്മൾ മേടിച്ചതിൽ C ടൈപ്പും 2 മൈക്സോ വന്നിരിക്കുന്നത്. ഫോൺ പൊട്ടിയിരിക്കുന്നുണ്ടായിരുന്നു വിചാരിക്കേണ്ട. കൊച്ചെടുത്ത് തറയിലടിച്ചതാണ്. ഇപ്പോൾ ഞാൻ മേടിച്ചപ്പോൾ 9,990 ഈ ഒരു പ്രോഡക്റ്റിന്. ഇത് ജസ്റ്റ് നമ്മുടെ ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൻ്റെ അത്ര കേസിൻ്റെ വലിപ്പമേ ഉള്ളൂ ഇതിന് കാണാനായിട്ടാണെങ്കിൽ.
പിന്നെ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ സി ടൈപ്പ് ട്രാൻസ്മിറ്ററേ. ഇതാണ് നമ്മുടെ 2 മൈക്സ്. ഇത്രയാണ് ഈ കേസിനുള്ളിൽ വരുന്നത്. ഇപ്പോൾ നമ്മളിത് കണക്ട് ചെയ്തല്ല എങ്ങോട്ടെങ്കിലും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ കാണിച്ചു തരാൻ പറ്റുള്ളൂ. എൻ്റെ ഫോണിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഫോൺ അത്ര വലിയ ഡിവൈസ് അല്ല. ഞാൻ ഇതിലേക്ക് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ക്ലാരിറ്റി എങ്ങനെ നോക്കാൻ ഞാനിപ്പോൾ ഈ മൈക്ക് ഈ ക്യാമറയിലോട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വോയിസ് കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. കണക്ട് ചെയ്തിട്ട് നോക്കാം. ഞാനിപ്പോൾ ഈ മൈക്കിൻ്റെ ആ സി ടൈപ്പ് അഡാപ്റ്റർ ഈ ക്യാമറയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് നിൽക്കേ, ഈ മൈക്കിലൂടെ ആയിരിക്കും നിങ്ങളിപ്പോൾ ഇനി കേൾക്കാൻ പോകുന്ന സൗണ്ട്. ഇതിന് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കാനായിട്ട് നമ്മൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഈ യെല്ലോ പോലത്തെ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആവും. അതിൽ ഗ്രീൻ ലൈറ്റ് കത്തും. അത് കാണാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് അടിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ഇത്തിരി വെട്ടമുള്ളതാകണ്ട കേട്ടോ. കാണാതെ കാണിച്ചു തരാം. കണ്ടോ, ഇതൊരു ഗ്രീൻ ലൈറ്റ് കത്തുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് ഇതിനകത്തായിരിക്കും. ഞാൻ ഈ മൈക്ക് 2 കൈ വെച്ചേക്കുന്ന നോയ്സ് കാണും. ഞാൻ ഒരെണ്ണം അങ്ങ് ഉള്ളിൽ വെക്കാം. പിന്നെ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് ഇപ്പോൾ ഈ മൈക്കിനകത്തൂടെ കേൾക്കുന്നത്. എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ വീഡിയോ എടുത്ത് പ്ലേ ചെയ്ത് നോക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. പിന്നെ നോയ്സ് ക്യാൻസലേഷൻ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഈ റൂമിൽ ഇപ്പോൾ ഒരു ഫാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നോയ്സ് ഉണ്ടെന്ന് വെച്ചാൽ പുറത്ത് നൈറ്റ് ആയതുകൊണ്ട് അത്യാവശ്യം നോയ്സ് ഉണ്ട്. ഞാൻ നൈറ്റാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ഒന്ന് ഓണാക്കാം കേട്ടോ. അപ്പോൾ വോയിസ് എത്ര മാറുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓഫാണ്. ബ്ലൂ കത്തിയേക്കുന്നുണ്ട്. അപ്പോൾ ഗ്രീൻ കത്തുമ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓണാവും. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് മാറി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓണായി കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതിന് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ചെയ്തിട്ടുള്ള വോയിസാണ്. ഇപ്പോൾ എന്തും വേണ്ടി ക്ലാരിറ്റി ഉണ്ടോ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഞാൻ ഓൾറെഡി ഇത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈക്കിലൊക്കെ ഞാൻ ഒന്ന് ഹെൽമെറ്റിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഇതിലെനിക്ക് ഓൾമോസ്റ്റ് നല്ലൊരു അഭിപ്രായം ഉള്ളത്. എനിക്ക് നോയ്സ് അത്ര നോയ്സോ പിൻ ബ്ലാസ്റ്റോ ഒന്നും ഫീൽ ചെയ്തില്ല. നല്ല രീതിക്ക് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. കൊടുത്ത പൈസയ്ക്ക് വർത്തായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. നല്ല മൈക്കാണ്. ഞാൻ ആർക്കും വേണമെങ്കിലും റെക്കമെൻഡ് ചെയ്യും. നല്ല മൈക്കാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഹോളിലാൻഡിലെ ലാർക്ക് M2 എന്ന് പറയുന്ന മൊബൈൽ വെർഷൻ മൈക്ക്. ഇത് മൊബൈൽ വെർഷനാണ് കേട്ടോ. മറ്റേതിൽ എക്സ്ട്രാ ആയിട്ട് വരുന്നത് ഒരു ലൈറ്റനിങ് കേബിളിൻ്റെ ഇതുപോലെ തന്നെ ഒരു ലൈറ്റനിങ് കേബിളിൻ്റെ പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു വോയിസ് കൺട്രോളോ ഗെയിൻ കൺട്രോളറോ ഒരു കൺട്രോളർ പോലത്തെ ഒരു ഡിവൈസ് വരുന്നുണ്ട്. അതാണ് എക്സ്ട്രാ വരുന്നത്. ഇതിൽ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിൽ 2 ഇത് വരുന്നുണ്ട്. അതായത് നമ്മളെ വിൻ പ്രൊട്ടക്ടർ വരുന്നുണ്ട്. പിന്നെ 2 ക്ലിപ്സ് വരുന്നുണ്ട്. ചാർജിങ് കേബിൾ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു നെക്ലേസ് പോലുള്ള നമ്മളെ കഴുത്തിൽ മാല പോലെ ഇടാനായിട്ടുള്ള ഒരു 2 ബാൻഡ് വരുന്നുണ്ട്. ഇത്രയാണ് ഇതിൽ വരുന്നത്. ഓൾമോസ്റ്റ് നമുക്കൊരു വ്ളോഗ് ചെയ്യാൻ ഇതൊക്കെ തന്നെ ധാരാളമാണ്. നല്ല ഡിവൈസാണ്. നല്ല ക്ലാരിറ്റി ഉള്ള ഡിവൈസാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അൺബോക്സിങ് ചാനലായിട്ട് തുടങ്ങാനായിട്ടല്ല, ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ്ങോ അല്ലെങ്കിൽ ട്രാവൽ വ്ളോഗോ ആയിട്ട് തുടങ്ങാനായിട്ടാണ്. നിങ്ങൾ സപ്പോർട്ട് വേണം. അപ്പോൾ ഓക്കെ, ടാറ്റാ.